ഓപ്പൺ പോഴ്സ് അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള പോഴ്സ്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2026 സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർ ഈ പോഴ്സിൻ്റെ കാര്യം കൂടെ കുറച്ചും കൂടെ ഒരു മുൻഗണനയിൽ കൊണ്ടുവന്ന് സ്കിൻ കെയർ ചെയ്യുക. അപ്പോൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ആൻഡ് അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസൊക്കെ ചെയ്യാനും കൂടുതൽ ഫോമുലേഷൻസും എക്സ്പെരിമെൻറ്റ്സൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനൊക്കെ പറ്റും. അപ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പോഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ തന്നെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്നിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ. അപ്പോൾ ശരിക്കും ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിൻ എങ്ങനെയായിരിക്കും ഇരിക്കുക? നല്ല വെൽ ഹൈഡ്രേറ്റഡ് ആയിരിക്കും അല്ലേ? ആൻഡ് ഒട്ടും ഡ്രൈനെസ് ഒന്നും ഇല്ലാതെ, ഹെവി ആയിട്ടുള്ള പോഴ്സോ അല്ലെങ്കിൽ ഓപ്പൺ പോഴ്സ് ഒന്നും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നല്ല ഈവൻ സ്കിൻ ടോൺ ആയിട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കറുപ്പോ വെളുപ്പോ അങ്ങനെയൊന്നുമല്ല, ഏത് സ്കിൻ ടോൺ ആണെങ്കിലും നമ്മുടെ ഫേസിലെ എല്ലാ ഭാഗത്തും ഒരേ ടോണിൽ ഇരിക്കുക. ആൻഡ് പരിപരിപ്പൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്ത് ആയിട്ടുള്ള ടെക്സ്ചർ ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഗ്ലോ അല്ലേ? ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള 100% പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്കിന്നില്ല. ഓക്കെ, ആൻഡ് എല്ലാവർക്കും ഓരോരോ പല ഡിഫക്ട്സ് ഉണ്ടാവും. നമുക്ക് ചിലപ്പോൾ സ്ട്രെസ് ഉണ്ടാവാം, സ്ട്രെയിൻ ഉണ്ടാവാം, ടെൻഷൻ ഉണ്ടാവാം, ഉറക്കക്കുറവുണ്ടാവാം. ചിലപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വെള്ളമൊന്നും കുടിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വെയിലത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ആൻഡ് എല്ലാവരും തന്നെ സെലിബ്രിറ്റീസ് ഒന്നുമല്ല. നമ്മളിങ്ങനെ പുറത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് കുട പിടിച്ച് തരാനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു അസിസ്റ്റൻറ്റോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു മാനേജറോ ഇതൊന്നും എല്ലാവർക്കും ഒന്നും ഉണ്ടാവണം എന്നില്ല. ഓക്കെ, ആൻഡ് അപ്പോൾ നമ്മൾ പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ സ്കിന്ന് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാനും പാടില്ല. കാരണം സ്കിന്നൊന്ന് ഹെൽത്തി ആയിട്ടോ ഒന്ന് കുറച്ച് ഹൈഡ്രേറ്റഡ് ആയിട്ടും വൃത്തിയായിട്ടും ഇരുന്നിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നൊക്കെയോ നമുക്ക് ചിലപ്പോൾ ചെറിയൊരു സെൽഫ് കോൺഫിഡൻസ് വരും. ഓക്കെ, എന്താണപ്പോൾ ശരിക്കും പോഴ്സ് അല്ലെങ്കിൽ സുഷിരങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിലുള്ള കുഞ്ഞി ഓപ്പണിങ്സിനെയാണ് ഈ പോഴ്സ് എന്ന് പറയുന്നത്. സയൻറ്റിഫിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പോഴ്സ് എന്ന് പറഞ്ഞാൽ സ്കിന്നിലുള്ള സെബേഷ്യസ് ഗ്ലാൻസിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസിൻ്റെയൊക്കെ നാച്ചുറൽ ആയിട്ട് വരുന്ന ഓയിൽസും ഡെഡ് സ്കിന്നും സ്വെറ്റും ഇതൊക്കെ പുറന്തള്ളുന്നത് ഈ ഒരു പോഴ്സിൽ കൂടെയാണ്. അപ്പോൾ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ ഫങ്ഷനിങ് ആയിട്ടുള്ളൊരു സ്കിന്നിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ പോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്പ് അനുസരിച്ച് പോഴ്സ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കാം. ഓക്കെ, ഈ ഓയിലി സ്കിന്നുള്ളവരുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്ക് നാച്ചുറലി തന്നെ ഈ സെബേഷ്യസ് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. അവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടുതലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ഈ ഓയിലി സ്കിന്നുകാർക്കായിരിക്കും ഈ പോഴ്സ് കുറച്ചും കൂടെ വിസിബിൾ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടൊരു കെയർ കൊടുത്തില്ലെങ്കിൽ ഓയിലി സ്കിന്നുകാരെ നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ സുഷിരങ്ങളൊക്കെ കൂടുതലുള്ള പോലെയും അതുപോലെ ആക്നീസും അതൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, ആൻഡ് ദെൻ അടുത്തത് ഡ്രൈ സ്കിന്നുകാരാണ്. ഡ്രൈ സ്കിന്നുകാർക്ക് പൊതുവെ വളരെ ചെറിയ രീതിയിലുള്ള പോഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ കുറവായതുകൊണ്ട് തന്നെ. ആൻഡ് പക്ഷേ ഡീഹൈഡ്രേഷനൊക്കെ ഒരുപാട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കെയർ ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും അൺഇവനായിട്ടുള്ള ടെക്സ്ചറിലേക്ക് പോവുകയും ചെയ്യും. ഇനി നമ്മുടെ കോമ്പിനേഷൻ സ്കിന്നുള്ളവരാണെങ്കിൽ അവർക്ക് T സോണിലായിരിക്കും അല്ലേ ഓയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർഹെഡിലും നോസിലും പിന്നെ ചീക്സിലൊക്കെ ആയിരിക്കും കൂടുതലായിട്ടും അവർക്ക് ഓയിൽ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ അവിടെ ആയിരിക്കും നമുക്ക് പോഴ്സിൻ്റെ വിസിബിലിറ്റി കാണപ്പെടുന്നത്. ആൻഡ് പിന്നെ സെൻസിറ്റീവ് സ്കിന്നുകാരാണ്. അവർക്കാണെങ്കിൽ ഈ ഇൻഫ്ലമേഷനും അല്ലെങ്കിൽ ഇറിറ്റേഷൻസ് ഒക്കെ വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ പോഴ്സ് കാണാൻ പറ്റും. ആൻഡ് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡിസപ്പിയർ ചെയ്ത് കളയാനും പറ്റില്ല. ചില ആൾക്കാർ മേക്കപ്പ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ പോലും പോഴ്സ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അവർ ഭയങ്കര ഒരു ഫ്ലോലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്മൂത്തി ഫിനിഷൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഒന്ന് മേക്കപ്പ് ഒക്കെ ഇട്ട് സെറ്റാക്കാനായിട്ട് നോക്കും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു പ്രോപ്പറായിട്ടുള്ള കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റായിട്ട് തന്നെ ഈ പോഴ്സൊക്കെ ഷ്രിങ്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ടിരുന്നോളും. ഓക്കെ, ഇതിൻ്റെ എന്തൊക്കെയാണ് ഈ പോഴ്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടിരിക്കാനുള്ള കാരണങ്ങൾ എന്നുള്ളത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഏജ് കൂടുമ്പോൾ കൊളാജൻ, ഇലാസ്റ്റിൻ ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ കുറയുന്നു. അങ്ങനെ കൊളാജൻ സപ്പോർട്ട് ഇല്ലാണ്ടാവുമ്പോൾ സ്കിന്നിൻ്റെ ആ ഒരു ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും. അങ്ങനെ പോഴ്സൊക്കെ സാഗ് ആവുകയും ലാർജായിട്ട് കാണപ്പെടുകയൊക്കെ ചെയ്യും. ഓക്കെ, ഇനി അടുത്ത റീസൺ എന്ന് പറയുന്നത് സൺ എക്സ്പോഷറാണ്. അത് UV ഡാമേജ് വരുമ്പോഴത്തേക്കും UV റേഡിയേഷൻ വരുമ്പോഴത്തേക്കും കൊളാജൻ ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അങ്ങനെ അത് ഇൻഡയറക്റ്റ്ലി നമ്മുടെ പോഴ്സിനെ
പ്രോമിനൻ്റ് ആക്കി മാറ്റുകയും ചെയ്യും. ഓക്കെ, ഇനി ഈ പോഴ്സ് എന്ന് പറയുന്നത് സഡൻലി ബിഗ് ആയിട്ട് വരുന്നത് കാര്യമല്ല, അത് ഒരു ഗ്രാജുവൽ ആയിട്ടാണ് സംഭവിക്കുന്നത്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ക്ലീനിങ്ങും ഒരു ശ്രദ്ധയൊന്നും കൊടുക്കാതിരുന്നിരുന്നിരുന്ന് വളരെ ഗ്രാജുവൽ ആയിട്ടാണ് പോഴ്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടും വിസിബിൾ ആയിട്ടും വരുന്നത്. ഓക്കെ, പിന്നെ ഒരു മേജർ കാരണം എന്ന് പറയുന്നത് ജനറ്റിക്സ് ആണ്. ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ പോഴ്സ് കെയർ ചെയ്യാനായിട്ട് കോമൺലി കേൾക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒന്നാമത്തെയാണ് സാലിസിലിക് ആസിഡ്. അപ്പം ഈ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ഓയിലി സ്കിന്നിനും ആക്നെ പ്രോൺ സ്കിന്നിനും ഒക്കെ ഭയങ്കര സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുപോലെ ഈ സാലിസിലിക് ആസിഡ് ഓയിൽ സോലിബിൾ ആണ്. അതുപോലെ പോഴ്സിൻ്റെ ഒക്കെ ഡീബ്രീസ് ഒക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡെയിലി ഹൈ സ്ട്രെങ്ത്തിൽ ഇങ്ങനെ കുറേ ഭയങ്കര ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മോഡറേഷൻ എന്ന് പറയുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് അടുത്ത സംഭവം എന്ന് പറയുന്നത് ഗ്ലൈക്കോളിക് ആസിഡ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഗ്ലൈക്കോളിക് ആസിഡും അതുപോലെ ലാക്റ്റിക് ആസിഡും ഒക്കെ. ആൻഡ് ഇതൊക്കെ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് ആണ്. അതേ വർക്ക് മെയിൻലി ഓൺ ദ സ്കിൻ സർഫസിലാണ്. സ്കിന്നിൻ്റെ സർഫസിൽ ഡെഡ് സ്കിന്നിനെ റിമൂവ് ചെയ്യാനായിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. നോർമൽ സ്കിൻ, ഡ്രൈ സ്കിൻ, കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർക്കൊക്കെ മൈൽഡ് യൂസേജ് ബെനിഫിറ്റാണ്. ഓക്കെ, നയാസിനമൈഡ് എന്ന് പറയുന്നത് വളരെ ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ നയാസിനമൈഡ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാനും സ്കിൻ ബാരിയറൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും ഗ്രാജുവലി ആ ഒരു പോഴ്സിൻ്റെ അപ്പിയറൻസിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹൈലൂറോണിക് ആസിഡ് ആണ്. അതൊരു ഓയിൽ കൺട്രോൾ ആയിട്ടല്ല, ബട്ട് ഒരു ഹൈഡ്രേഷന് നല്ലതാണ്. ആ ഒരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിനും ഒരു പ്ലംബർ ആയിട്ടുള്ള ഒരു ലുക്കിനൊക്കെ നല്ലതാണ്. ഇനി ഹൈഡ്രേറ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിലെ പോഴ്സൊക്കെ പ്രോമിനൻസ് ഇല്ലാതെ നമുക്ക് നിലനിർത്താനായിട്ട് പറ്റും. ഓക്കെ, ഇനി ഇതൊക്കെ ഒരു മാജിക്കലായിട്ടുള്ളൊരു സൊല്യൂഷൻസ് ഒന്നും അല്ല. പതിയെ ഈ സ്കിൻ കണ്ടീഷൻസ് ഒക്കെ ഇമ്പ്രൂവ് ആക്കിയിട്ട് പോഴ്സിനെയൊക്കെ ഒന്ന് റൈസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഓക്കെ, കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യത്തിലേക്ക് കിടക്കാം. എന്ത് നമുക്ക് ചെയ്യാണ്ടിരിക്കാം, എന്ത് ചെയ്യാതിരുന്നാൽ നമുക്ക് നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടെ പോർ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടു നടക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഓവറായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യരുത്. എക്സ്ഫോളിയേറ്റ് ചെയ്യണം, ഇടയ്ക്ക് ഒരു വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യണം, പക്ഷെ ഓവർ ആവരുത്. നമ്മുടെ ബാരിയറൊക്കെ ഡാമേജ് ആവുകയും ചെയ്യും, പോഴ്സൊക്കെ കൂടുതൽ വേഴ്സൺ ആവും. ഓക്കെ, ആൻഡ് സെക്കൻഡ്ലി പറയുകയാണെങ്കിൽ ഹാർഷായിട്ടുള്ള ഫിസിക്കൽ സ്ക്രബ് അത് അവോയ്ഡ് ചെയ്യണം. ലാർജ് പാർട്ടിക്കിൾസ് നമ്മുടെ സ്കിന്നിനെ മൈക്രോ ഡാമേജ് ചെയ്യും. അതുപോലെ അത് ഇൻഫ്ലമേഷന് കാരണമാകും, പോഴ്സൊക്കെ കൂടുതൽ വിസിബിൾ ആവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓവറായിട്ട് സ്ക്രബ് ചെയ്യുകയോ എക്സ്ഫോളിയേറ്റോ ഒന്നും ചെയ്യരുത്. അത് തന്നെ ഇത് പെട്ടെന്ന് ഈ പോഴ്സ് എന്ന് പറയുന്നത് ഓവർനൈറ്റ് ചേഞ്ച് ആവുന്ന സംഭവമല്ല. അതുകൊണ്ട് തന്നെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സ്കിൻ കെയർ റൊട്ടീനൊക്കെ കൊണ്ടുവരണം. ഓക്കെ, ആൻഡ് എവറി സ്കിൻ ഇസ് ഡിഫറെൻറ്റ്. സോ ഒരു പേഴ്സണിന് വർക്കാവുന്ന ഇൻഗ്രീഡിയൻസ് വേറൊരാൾക്ക് വർക്കാവില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ സ്കിന്ന് മനസ്സിലാക്കിയിട്ട് പതിയെ സ്ലോ ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യണം. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സ്കിൻ കെയർ അല്ലെങ്കിൽ ഈ ഒരു പോഴ്സിൻ്റെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്റ്റേണലി മാത്രമല്ല ഇൻറ്റേർണലിയും കൂടെ നമ്മൾ നല്ല കെയർ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കൊണ്ടുവരാം. ഓക്കെ, അതിന് നമുക്ക് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അതുപോലെ നമുക്ക് സ്കിന്നിന് വേണ്ടിയിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക. അത് ഡൈജഷനെ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. കൂടെ ഗട്ട് ഹെൽത്ത് നല്ലതാവുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നും കൂടെ നല്ലതാവും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല ഗുഡ് സ്ലീപ്പാണ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, അതുപോലെ സൺ പ്രൊട്ടക്ഷൻ. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ പോഴ്സിൻ്റെ അപ്പിയറൻസിനെ ഓവർ ടൈം നല്ല അടിപൊളിയാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ നമ്മൾ അറിഞ്ഞിരിക്കുക, പോഴ്സ് എന്ന് പറയുന്നത് നോർമലാണ്. ഈ പോഴ്സിനെ നമ്മൾ വെൽ ബാലൻസ്ഡ് ആക്കിയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് എക്കാലവും സൂക്ഷിക്കാൻ പറ്റും. ആൻഡ് അപ്പോൾ ഈ ഒരു 2026 സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തവർ ഈ പോഴ്സിൻ്റെ കാര്യം കൂടെ കുറച്ചും കൂടെ ഒരു മുൻഗണനയിൽ കൊണ്ടുവന്ന് സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയറും കൂടെ വിഷ് ചെയ്യുന്നു. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഓർ എനി സജഷൻസ് ഓർ എനിത്തിങ് പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കോമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദ ലാബ് ബൈ ശ്യാമിലി. ബൈ.